ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനിയ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെയിൽസിൻ്റെ ഒരു കടൽത്തീര പ്രദേശം പോലെയാണ് കേട്ടോ പെംബ്രോക്ക്ഷയർ. പെംബ്രോക്ക്ഷയറിൽ 200 മൈലുകളോളം നീണ്ടു നടക്കുന്ന ഒരു കോസ്റ്റൽ വോക്ക് ഉണ്ട്. ഈ കോസ്റ്റൽ വോക്ക് നടന്നു തീർക്കണമെങ്കിൽ ഏകദേശം 1-2 ആഴ്ച എടുക്കുമായിരിക്കും. നമ്മളിപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു വോക്ക് എടുത്തിട്ട് തിരിച്ചു പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് വന്നേക്കുന്നത്. നമ്മളൊരു 3 ദിവസത്തേക്ക് പെംബ്രോക്ക്ഷയറിൽ തങ്ങി വോക്ക് എടുക്കാനാണ് പ്ലാന്. നമ്മൾ ഈ കോസ്റ്റൽ വോക്ക് ചെയ്യാനായിട്ട് പോയ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ് ബിഗിനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം പൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ വോക്ക് ഒരു സ്പെഷ്യൽ വോക്കായിരുന്നു കേട്ടോ. നമ്മുടെ ആളുകളൊക്കെ പൊതുവെ വളരെ കുറച്ച് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ ഇങ്ങനത്തെ വോക്കിംഗ്, ഹൈക്കിങ്, അങ്ങനത്തെ പരിപാടികളൊക്കെ. നമ്മൾ ശരിക്കും ഇഷ്ടപ്പെട്ട് നടന്നില്ലെങ്കിൽ ഒരു ബോറിംഗ് പരിപാടി തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോസ്റ്റൽ പാത്തിന്റെ സ്റ്റാർട്ടിങ്. ഭയങ്കര നാരോ ആയിട്ടുള്ളൊരു നടപ്പാത പോലെ കേട്ടോ. ഒരു സൈഡിലേക്ക് കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ കുറച്ചുകൂടെ കാട് പിടിച്ച രീതിയാണ്. സ്വിൻഡനിൽ നിന്ന് ഏകദേശം 3-3.5 മണിക്കൂറോളം ഡ്രൈവ് ആണ് കേട്ടോ പെംബ്രോക്ക്ഷയറിലേക്ക്. നമ്മളിവിടെ വന്നിട്ട് ഒരു ടൈനി ഹോം അല്ലെങ്കിൽ ഹട്ട് എന്ന് പറഞ്ഞൊരു സംഭവത്തിലായിരുന്നു താമസിച്ചത്. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അടുത്ത പെംബ്രോക്ക്ഷയർ സീരീസിലെ ലോങ് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു ബേയിലേക്ക് ഇറങ്ങാനായിട്ട് അവിടെ ഒരു കയറിട്ടിട്ട് ഒരിത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കയറിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി തൂങ്ങിയല്ല, അത്ര കുഴപ്പമില്ല, എന്നാലും കുറച്ച് ചളി പിടിച്ച് കിടന്നുകൊണ്ട് അങ്ങോട്ട് നമ്മൾ ഇറങ്ങിയില്ല. കോസ്റ്റൽ വോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ തീരം ചേർന്നിട്ടുള്ള നടപ്പെന്നാണല്ലോ. അപ്പോൾ അത് പറയുന്നത് പോലെ തന്നെ 200 മൈലും കടൽ തീരം പറ്റിയിട്ടുള്ള നടപ്പ് തന്നെയാട്ടോ. അപ്പോൾ അത് പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ജോയിൻ ചെയ്യാം. സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളവർക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമ്മളെപ്പോലെ ഇടയ്ക്ക് വന്ന് ഒരു വോക്ക് എടുത്തിട്ട് പോകാനുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെ ഉള്ളവർക്കൊന്നും അത്ര സ്യൂട്ടബിൾ ആയിരിക്കില്ല കേട്ടോ. കാരണം ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോളർ ഉന്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല. ജസ്റ്റ് വോക്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രമുള്ള ട്രെയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ ലിറ്ററലി ലൈക്ക് ഒരു പോസ്റ്റ് കാർഡിൽ വരച്ചു വെച്ചേക്കുന്ന ഒരു സ്ഥലം പോലെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നടക്കാനൊക്കെ സമയവും താല്പര്യമൊക്കെ ഉള്ളവരോട് പറയുവാണെങ്കിൽ നമ്മുടെ ഒരു ബിസി ലൈഫ് സ്കെഡ്യൂളിന്റെ റാറ്റ് റേസിൽ നിന്ന് വിട്ട് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പ്രത്യേകിച്ച് പ്ലാനുകളൊന്നും ഇല്ലാണ്ട് വെറുതെ അങ്ങനെ നടക്കാൻ പറ്റിയൊരു കോസ്റ്റൽ വോക്ക്. നമ്മൾ ഈ നടക്കുന്ന വഴിയിൽ പലയിടത്തേക്കും ഈ ബേയിലേക്ക് അല്ലെങ്കിൽ ബീച്ചിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. അതിന്റെ അവിടെ തന്നെ സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പുകൾ വഴി നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാം. വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും ബീച്ചിലേക്ക് ഇറങ്ങിയാനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊരു പ്രൈവറ്റ് ബീച്ച് പോലെ. ആ പരിസരത്തെങ്ങും ഒരു മനുഷ്യന്മാർ പോലും ഇല്ല. വെള്ളത്തിലൊന്നും ആരും ഇറങ്ങുന്നൊന്നുമില്ല. മെയ് തുടക്കമായതുകൊണ്ട് തന്നെ തണുപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായില്ലായിരുന്നു കേട്ടോ. നടക്കാനൊക്കെ പറ്റിയ വെതറ, പക്ഷെ വെള്ളത്തിന് ഇപ്പോഴും തണുപ്പ് തന്നെ. അതുകൊണ്ടായിരിക്കും ആരും വെള്ളത്തിലൊന്നും ഇറങ്ങാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പോയ ടൈമിലെ വെതർ എന്ന് പറഞ്ഞാൽ ഡേ ടൈമിൽ ഏകദേശം 12-13 ഡിഗ്രി ഒക്കെ ആയിരുന്നു. അതെന്ന് പറയുമ്പോൾ കുറച്ച് തണുപ്പുണ്ട്. അപ്പോൾ വെള്ളത്തിലൊന്നും ഇറങ്ങാനായിട്ട് അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വെതർ ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് വേണമെങ്കിൽ പറയാം. പെംബ്രോക്ക്ഷയറിൽ നമ്മൾ സ്റ്റേ ചെയ്യാൻ എടുത്ത ടൈനി ഹോമിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്ത് സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെച്ചിട്ട് ഡയറക്റ്റ് നമ്മൾ ഈ വോക്കിനായിട്ട് ഇറങ്ങുക വെച്ചത്. അപ്പോഴേക്കും ഏകദേശം കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് ഇതേണ്ട ഈ ബേയുടെ അടുത്തേക്ക് വന്നേക്കാട്ടോ. ഇവിടെ ഫുള്ള് നിറച്ച് പാറക്കല്ലുകളാണ്. പക്ഷെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. സൺസെറ്റിൻ്റെ ഒക്കെ ടൈം ആകാറായപ്പോഴേക്കും പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ആ ഒരു പ്രദേശത്തിനൊക്കെ ഒരു വല്ലാത്ത ഭംഗിയായിരുന്നു കേട്ടോ. നമ്മുടെ ഈ കോസ്റ്റൽ വോക്ക് ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ നമ്മൾ കുറച്ചും കൂടെ ലോങ് ആയിട്ടുള്ളൊരു വോക്കായിരുന്നു കേട്ടോ എടുത്തത്. ഡേ സ്റ്റാർട്ടിങ് തൊട്ട് സൺസെറ്റ് വരെ ഏകദേശം ഫുൾ ടൈം നമ്മൾ നടക്കുമായിരുന്നു. അപ്പോൾ അത് നെക്സ്റ്റ് വ്ളോഗായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഈ വോക്കിൽ നമ്മൾ ഇരുന്ന് സൺസെറ്റ് കാണാനായിട്ടൊന്നും ടൈം സ്പെൻഡ് ചെയ്തില്ല. കുറച്ചും കൂടെ അകത്തേക്കുള്ള നടപ്പായിരുന്നുകൊണ്ട് നമ്മൾ രാത്രി ആകുന്നതിന് മുമ്പ് വീട് പിടിക്കാനുള്ളൊരു പ്ലാനിങ്ങിൽ തിരിച്ച് നടക്കുമായിരുന്നേ. ഇങ്ങനത്തെ വോക്കും ഹൈക്കും അങ്ങനത്തെ പരിപാടികളൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഇറ്റ്സ് എ വെരി മൈൻഡ് റീഫ്രഷിംഗ് പ്രോസസ്. അപ്പം എന്തായാലും അടുത്ത ദിവസം അടുത്ത പാട്ടിൽ വെച്ച് കാണാം. ഇപ്പോഴത്തേക്ക് ബൈ.